ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അമൃത, ഇതെൻ്റെ അമ്മ വനജ. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 2-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഇപ്പോൾ ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്യൂമർ കംപ്ലീറ്റായിട്ട് റിമൂവ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വശം തളർന്നു പോവുകയോ അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 60% എടുത്തു. ബാക്കി 40% റേഡിയേഷനിലൂടെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷൻ എനിക്ക് എടുത്തു. അതിനുശേഷം MRI ചെയ്ത് നോക്കിയപ്പോഴും ആ ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് എനിക്ക് കീമോയുടെ ടാബ്ലറ്റ്സ് തന്നു. ടാബ്ലറ്റ്സ് ഞാൻ 3 മാസം കഴിച്ചു. 3 മാസം കഴിച്ചതിന് ശേഷം MRI എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അപ്പോഴും ട്യൂമറിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പോരാത്തതിന് റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ബൾജസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിലെ പറ്റി അറിയുന്നത്. അമ്മയ്ക്കൊരു പത്രം കിട്ടിയാണ് അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് കാശുരൂപം തന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചൊല്ലി തുടങ്ങി. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങി. ഹോസ്പിറ്റലിൽ പോയപ്പോഴും കാശുരൂപം കൊണ്ടാണ് പോയത്. പിന്നീട് അടുത്ത MRIയിൽ ആദ്യമായിട്ട് ഡോക്ടേഴ്സ് ട്യൂമർ ഗ്രോത്ത് ഉള്ളതല്ല എന്ന് പറഞ്ഞു. അന്നേ വരെ ട്യൂമറിന് ഗ്രോത്ത് ഉള്ളതാണോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതാണോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. കൃപാസനം പത്രം ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് പോയപ്പോൾ ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട ഒരു സിസ്റ്റർ എന്നോട് വന്നിട്ട്, മോൾക്ക് അസുഖമാണോ? പേടിക്കാനൊന്നുമില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് മാറും, ഇനി അധിക സമയം എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അതെൻ്റെ മാതാവായിരിക്കുമെന്ന്. അടുത്ത MRIയിൽ ഡോക്ടേഴ്സ് എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു, ഇനി ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമോ ഒന്നും ഇല്ല, ഇനി 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പിന് മാത്രം വന്നാൽ മതി. മറ്റത് എല്ലാ ദിവസവും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കീമോ ടാബ്ലറ്റ്സ് തരുന്നുണ്ടെങ്കിൽ കൂടി എനിക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് മുടക്കിയിട്ടുണ്ട്. അത് ഇപ്പം എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കൂടുതലായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഈ രോഗം മാറ്റിത്തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അച്ഛൻ ഈ അൾത്താരയിൽ വച്ചിട്ടാണ് ഈ കാശുരൂപം തന്നത്. ഈ കാശുരൂപം ഞാൻ അന്ന് മുതലേ ഈ ബ്രേസ്ലെറ്റ് തന്നെയാണ് കൊരുത്തിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കാനായിട്ട് മുകളിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കാശുരൂപം നഷ്ടമായി. അപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം അച്ഛൻ തന്ന കാശുരൂപമാണ്. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചുറ്റും നോക്കി, പക്ഷേ കണ്ടില്ല. എനിക്ക് നല്ല വിഷമമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ കാശുരൂപം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകത്തില്ല, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എനിക്ക് കാശുരൂപം വേണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് നമ്മുടെ നിയോഗങ്ങൾ എഴുതാനുള്ള പേപ്പർ കൊണ്ട് തന്നു. ആ പേപ്പർ വാങ്ങിയിട്ട് ഞാൻ ഇരിക്കാൻ നേരം എൻ്റെ ചെയറിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ആ കാശുരൂപം കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കുള്ള രോഗസൗഖ്യമാണ്, അത് അമ്മ പറയും. എൻ്റെ പേര് വനജ. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 1-നാണ്. ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. എനിക്ക് രോഗസൗഖ്യം എൻ്റെ അമ്മ തന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഭയങ്കര തലവേദനയും തലപ്പെരുപ്പുമായിരുന്നു. അങ്ങനെ കുറേ നാളുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുകയും പലയിടത്തും പോവുകയും പല ചികിത്സകൾ ചെയ്യുകയും ആവി പിടിക്കുകയും അങ്ങനെ കുറേ നാളുകൊണ്ട്, അതായത് ഒരു 1.5 വർഷത്തോളം ഞാൻ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. മോക്ക് വയ്യാതെ ആയതിന് ശേഷമാണ് എനിക്ക് ഈ തലവേദന വരുന്നതും തലപ്പെരുപ്പ് വരുന്നതും ഒക്കെ. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുന്നത് MRI എടുക്കണം, പിന്നെ അത് മാത്രമല്ല ടെൻഷൻ കുറയ്ക്കാൻ പറഞ്ഞു. ടെൻഷൻ കുറയ്ക്കാൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ടെൻഷൻ കുറയ്ക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം എൻ്റെ ദുഃഖങ്ങൾ അത്രയ്ക്കുണ്ട്. കാരണം എൻ്റെ അനിയത്തി മരിച്ച് 7 എന്നാണ് എൻ്റെ പൊന്നു മോക്ക് വയ്യാതെയാവുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ടെൻഷനൊന്നല്ല, എനിക്ക് തലപ്പെരുപ്പും തലവേദനയും, എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ കൂടി ഭ്രാന്ത് എടുപ്പിക്കരുതേ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഞാനൊരു അമ്മയാണ്, അമ്മേ നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെ കൊണ്ട് ഇനി മരുന്ന് കഴിക്കാൻ പറ്റൂല, ഒരാശുപത്രിയിലും പോകാൻ പറ്റൂല,
എൻ്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിനി മരുന്നും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ അമ്മ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ 2 കൈയും നീട്ടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ മോക്ക് ഇത് വന്നു, അത് ഞാൻ എൻ്റെ കൈ നീട്ടി ഞാൻ സ്വീകരിച്ചു. ഇനി ഇതും ഞാൻ സ്വീകരിക്കാം. എനിക്ക് അമ്മേറെ എടുക്കണ്ട, എനിക്കിനി മരുന്നും വേണ്ട, ഒന്നും വേണ്ട. അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യാൻ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞു. അവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞു, നിൻ്റെ ഉച്ചിയിൽ തൈലം ഒഴിക്കുക, നിൻ്റെ ഉച്ചിയിൽ തൈലം ഒഴിക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മറ്റേ നെറ്റിയിൽ ഞങ്ങൾ കുരിശ് വരച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നീട് ഞാൻ ഒന്നുകൂടെ ഞാൻ ചിന്തിച്ചു, എന്താണോ എന്തോ എനിക്കറിയില്ല. വീണ്ടും ഞാൻ റൂമിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് തൈലം എടുത്ത് എൻ്റെ ഉച്ചിയിൽ ഒഴിച്ചിട്ട് എൻ്റെ വലത് കൈ, ഞാൻ ഇടത് കൈ വെച്ച് എൻ്റെ നെഞ്ചോട് പ്രാർത്ഥിച്ചു. വലത് കൈ ഈ കുരിശ് എൻ്റെ അമ്മയുടെ കാശിരൂപവും എൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇനി എനിക്ക് ഈ തലവേദന വരരുത്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഞാൻ ഭ്രാന്താശുപത്രിയിൽ പോയി ഞാൻ കിടക്കേണ്ടി വരും അമ്മേ, അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ അമ്മ കാത്തോളണേന്ന് ഞാൻ പറഞ്ഞു. അമ്മേരെ കാൽക്കലെന്ന് വീഴുമ്പോൾ എൻ്റെ അമ്മയുടെ ഫോട്ടോയും എൻ്റെ അപ്പൻ്റെ ഫോട്ടോയും ഞങ്ങളുടെ റൂമിലുണ്ട്. അവിടെ ചെന്ന് ഞാൻ കാൽക്കൽ വീണ് പറഞ്ഞു, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, ഇനി ഇതിൽ കൂടുതൽ എൻ്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ തലവേദന മാറി, എൻ്റെ തലപ്പെരുപ്പ് മാറി. ഞാൻ ഓടി വന്നു ഒരു വചനമെടുത്തു. അതിൽ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നു, നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ തലപ്പെരുപ്പ് മാറി, എൻ്റെ തലവേദന മാറി. അതും 1ാമത്തെ സാക്ഷ്യം. 2ാമത് എനിക്ക് 20 വർഷം കൊണ്ട് എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ട്. ഞാൻ കയറി ഇറങ്ങാത്ത ഒരു ആശുപത്രികളും ഇല്ല. ഒരുപാട് മരുന്നുകൾ കഴിച്ചു, ഒന്നിനും ഒരു ശാശ്വതമല്ല. അവസാനം അതിനു വേണ്ടി ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെക്കൊണ്ട് ഇനി വയ്യ, അത് എൻ്റെ അമ്മ കാത്തോളണം, ഞാൻ എൻ്റെ അമ്മയിലാണ് എല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നുമോളെയും എന്നെയും എൻ്റെ കുടുംബത്തെയും മൊത്തം എൻ്റെ അമ്മയിലും എൻ്റെ അപ്പനിലും ഞാൻ സമർപ്പിക്കുന്നു, നിങ്ങൾ കാത്തുകൊള്ളണം, എന്നെക്കൊണ്ട് ഇനി ഒന്നുകൊണ്ടും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്ന തൈലവും ഉപ്പും കൊണ്ടുവന്നു, അത് ഞാൻ ഉപയോഗിച്ചു. മരുന്നുകളൊന്നും കഴിച്ചില്ല. ഏതാണ്ട് ഒരു 28-30 ദിവസത്തിനകത്ത് എനിക്ക് ആ പൈൽസ് മാറിക്കിട്ടി. പിന്നെ എനിക്ക് ഇതുവരെയും അത് വന്നിട്ടില്ല. അതിന് ഞാൻ എൻ്റെ അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുന്നു. ഭ്രാന്തെടുത്ത് ഞാൻ നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിന് ബലം തന്നു, ശരീരത്തിന് ബലം തന്നു, എനിക്ക് എല്ലാം കൊണ്ടും ആത്മബലം തന്നു. എൻ്റെ മോക്കും ആത്മബലം കൊടുക്കണേന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു. അവൾക്കും അതുപോലെ തന്നെയാണ്. എല്ലാത്തിനും അവൾക്ക് പോവാനും വരാനായാലും എന്തിനായാലും ആശുപത്രിയിൽ പോകാനായാലും എല്ലാത്തിനും ബലം കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് സൗഖ്യം തന്നു. അതിനുവേണ്ടി എൻ്റെ അമ്മയോടും എൻ്റെ അപ്പനോടും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ